എന്തായാലും കാണിക്കൂ. ഇനി ഈ ഒളിഞ്ഞു നടന്ന് ഈ കൊച്ചി കൂടെ കറങ്ങുന്നുണ്ടല്ലോ, ഒരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും 1-ാം മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക. ലല്ലു ഇവിടെ നിന്നിട്ട് ഇവളുടെ വീടിന്റെ അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിന്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. എന്നിട്ടാണ് ഈ മോള് ഡയലോഗ് അടിക്കുന്നത്, അയ്യോ ലല്ലു എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ സഫയുടെ കള്ളങ്ങളൊക്കെ തെളിവ് സഹിതം ഫസ്മിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സഫ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്രചരിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ സഫ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് എന്നായിരുന്നു. എനിക്ക് അവനുമായിട്ടൊരു പരിചയവുമില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ അതൊക്കെ നമ്മളെ ഫസ്മിനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, തെളിവ് സഹിതം അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ സഫ പറഞ്ഞ മറ്റൊരു കള്ളമാണ് ഈ ബാഗ് തൻ്റെ ഡ്രൈവറിൻ്റെ ബാഗാണെന്നും ഡ്രൈവറിൻ്റെ സുഹൃത്താണ് ലല്ലൂബി, അതുകൊണ്ടാണ് ലല്ലൂബീൻ്റെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും അതിൽ പെട്ടത് എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ശരിക്കും ഈ ബാഗ് ഡ്രൈവറിൻ്റെ ബാഗല്ല, ലല്ലുവിൻ്റെ ബാഗ് തന്നെയാണ്. ഫസ്മിനയുമായി ബന്ധമുള്ള സമയത്ത് തന്നെ ലല്ലു ഈ ഒരു ബാഗാണ് യൂസ് ചെയ്തത് എന്ന് ഫസ്മിന തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല സഫ ലല്ലുവിൻ്റെ ഷർട്ട് അലക്കിയിട്ടിട്ട് പുറത്തിട്ടിരിക്കുന്ന ഫോട്ടോ വരെ ഫസ്മിന പുറത്ത് വിട്ടിട്ടുണ്ട്. സ്വന്തം ഡ്രൈവറിൻ്റെ സുഹൃത്തിനോട് ഇത്രയൊക്കെ സഹായം ചെയ്യേണ്ട ആവശ്യമുണ്ടോ?